എല്ലാവർക്കും നമസ്കാരം. സുഖാന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇന്ന് ഞാനൊരു കഥ പറയട്ടെ. ഞാൻ ഒരു ഇതിൽ വായിച്ച കഥയാണ് കേട്ടോ. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഒറ്റ കണ്ണും ഒരു കാലിന് മുടന്തുമായിരുന്നു. അപ്പൊ ഇന്നും രാജാവിന് വിഷമാണ്. അയ്യോ, എനിക്കൊരു കണ്ണും ഇല്ല, ഒരു കാലിന് മുടന്തുമാണ്, എന്താ ചെയ്യാ? എൻ്റെ ഒരു ഭംഗിയുള്ള, ശരിക്കും കാണുമ്പോ ഒരു ഭംഗിയില്ല, അപ്പൊ ഒരു ചിത്രമെങ്കിലും നല്ല ഭംഗിയിൽ വരച്ചു വെക്കണം. അങ്ങനെ മന്ത്രിയെ വിളിച്ച് ആലോചിച്ചപ്പോ മന്ത്രി പറഞ്ഞു, അതിനെന്താ രാജാവേ, നമ്മുടെ ഈ രാജ്യത്ത് ഇഷ്ടം പോലെ ചിത്രകാരന്മാരുണ്ടല്ലോ, നമുക്ക് ആരെങ്കിലും ഒരാളെ വിളിച്ച് അവരിൽ ആരെങ്കിലും ഒരാള് അങ്ങയുടെ നല്ലൊരു ചിത്രം, ഭംഗിയുള്ള ചിത്രം വരച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. എല്ലാവരും വന്നു, രാജ്യത്തുള്ള എല്ലാ ചിത്രകാരന്മാരും വന്നു. പക്ഷെ ആരും തയ്യാറായില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിനെ എങ്ങനെ ഭംഗി വരുത്തും? ഭംഗിയുള്ള ചിത്രം വരയ്ക്കാനാ പറഞ്ഞത്. രാജാവിനെ നോക്കാണ്ട് വേറൊരാളെ വരച്ചു വെക്കാൻ പറ്റില്ലല്ലോ. എങ്ങാനും ഭംഗി ഇല്ലെങ്കിൽ തന്നെ രാജാവ് പണിഷ്മെന്റ് തരും ചെയ്യും. അങ്ങനെ പേടിച്ചു നിൽക്കുമ്പോൾ ഇത്രയും തിരക്കിനിടയിൽ നിന്ന് ഒരാള് മുന്നോട്ട് കടന്നു വന്നിട്ട് പറയും, രാജാവ്, ഞാൻ വരച്ചു തരാം അങ്ങയുടെ ഭംഗിയുള്ള ഒരു ചിത്രം എന്ന് പറയും. അങ്ങനെ രാജാവിന് സന്തോഷമായി. ഒരാൾ വന്നുല്ലോ മുമ്പിലേക്ക്. അങ്ങനെ അയാൾക്കുള്ള വരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം കൊടുത്തു. അങ്ങനെ അദ്ദേഹം വരച്ചു തുടങ്ങും തോറും ആൾക്കാർക്ക് ആകാംക്ഷയെ, ഇയാൾ എന്തിനാവോ ഈ ഭംഗിയുള്ള ചിത്രം എങ്ങനെ ഈ രാജാവിന്റെ വരയ്ക്കും? ഒറ്റ കണ്ണും ഒരു കാലിനും മുടന്തുള്ളത് എങ്ങനെ ഭംഗിയാക്കും? അപ്പൊ എങ്ങാനും ഭംഗിയില്ലെങ്കിൽ രാജാവ് തൂക്കിക്കൊല്ലും. രാജാക്കന്മാരല്ലേ, എന്തും ചെയ്യാലോ, അവർക്ക് ദേഷ്യം വന്ന. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം വരച്ച് നല്ല ഭംഗിയുള്ള ഒരു ചിത്രം വരച്ചിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. രാജാവ് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. എന്റെ ഭംഗിയുള്ള ഒരു ചിത്രം വരച്ചുല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ ചിത്രം ഇങ്ങനെയായിരുന്നു. എങ്ങനെ? ഒരു കൊടുങ്കാട്ടിലെ രാജാവ് ഒരു മൃഗത്തിനെ അമ്പെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ണടച്ച് ഒരു കാല് പിന്നിലേക്ക് മടക്കി വെച്ചിട്ട് നിൽക്കുന്ന, അമ്പം പിടിച്ചു നിൽക്കുന്ന ഒരു രാജാവിനെയാണ് അദ്ദേഹം വരച്ചത്. അപ്പോ അദ്ദേഹം രാജാവിന്റെ ഒറ്റ കണ്ണില്ലാത്തതും ഒരു കാലിന്റെ മുടന്തൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. രാജാവിന്റെ ആ മറ്റുള്ള ഭാഗങ്ങളുടെ ഭംഗി മാത്രമേ അദ്ദേഹം ശ്രദ്ധിച്ചുള്ളൂ. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വരയ്ക്കുകയും ചെയ്തു. അപ്പോ ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരാളുടെയും ദൗർബല്യങ്ങളെ പറ്റി പറയാതെ അയാളുടെ നന്മകളെ പറ്റി പറയും വേണം, കാണും ചെയ്യണം. അതെന്ത് തന്നെയായാലും, അത് മൃഗമായാലും പക്ഷിയായാലും ചെടികളായാലും എന്തായാലും. ഇപ്പൊ സപ്പോസ് ഒരു റോസിന്റെ ചെടിയുണ്ട്, ആ ചട്ടിയിൽ നിൽക്കുന്നു, ഒരു 5-6 പുഴു, പെറ്റൽസ് ഒക്കെ പുഴുവൊക്കെ കുത്തി തിന്നുന്നുണ്ട്, ഒരു 2 പൂവ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. ആൾക്കാർ ഏതെങ്കിലും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാ, അയ്യോ നിറച്ച് പുഴു തിന്നു പോയില്ലേ, ആ നല്ല പൂവിനെ പറ്റി പറയില്ല, ആദ്യം പുഴു തിന്നു പോയ പൂവിനെയാണ് ആൾക്കാർ കാണുക. അപ്പൊ നമ്മൾ എപ്പോഴും എല്ലാവരുടെയും നന്മകൾ കാണാൻ ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും ദൗർബല്യങ്ങളില്ലാത്ത ആരല്ലേ? ആരുമില്ല. അപ്പോ ദൗർബല്യങ്ങളെ കാണാതെ അവരുടെ നന്മകളെ കണ്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും ശുഭരാത്രി.